PSC പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന എല്ലാ കൂട്ടുകാർക്കും PSC ക്ലാസിൻ്റെ മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദയവായി കാണുന്ന പോലെ യൂട്യൂബ് ചാനലിൻ്റെ തൊട്ട് താഴെയുള്ള സബ്സ്ക്രിപ്ഷൻ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്റ്റീൽ പ്ലാന്റ്സും അതിൻ്റെ ഇത് എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതൊക്കെ കുറിച്ചുള്ള ഒരു കിടിലൻ കോഡാണ് കൂട്ടുകാർക്ക് ഇന്നായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് നേരെ കിടക്കാം. കോഡ് ഇതാണ്: ബോബി ഡോക്ടർ JCB ഓടിച്ച് RRB ഗ്രൗണ്ടിൽ എന്നുള്ളതാണ് കോഡ്. ഒന്നുകൂടി ഓർമ്മിക്കാം: ബോബി ഡോക്ടർ JCB ഓടിച്ച് RRB ഗ്രൗണ്ടിൽ. ഒരു ഡോക്ടർ ഓർമ്മിക്കുക, അദ്ദേഹത്തിൻ്റെ പേര് ബോബി എന്നാണ്. ബോബി ഡോക്ടർ എന്താ ഓടിക്കുന്നത്? JCB ആണ് ഓടിക്കുന്നത്. JCB ഓടിച്ചിട്ട് RRB ഗ്രൗണ്ടിലാണുള്ളതെന്ന് ഓർമ്മിക്കുക. ബോബി ഡോക്ടർ JCB ഓടിച്ചിട്ട് RRB ഗ്രൗണ്ടിൽ എന്ന് ഓർമ്മിച്ചാൽ നമുക്ക് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ 4 സ്റ്റീൽ പ്ലാന്റ്സും അവ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതും അതോടൊപ്പം നമുക്ക് അത് ആരുടെയൊക്കെ സഹായത്തോടെയാണ് ഉണ്ടാക്കിയെന്ന് പറയാം. നമുക്ക് നാല് അക്ഷരങ്ങളായിട്ട് വെച്ച് നമുക്ക് താഴോട്ട് എഴുതി നോക്കാം. BOBI ബോബി ഡോക്ടർ DR. താഴെ നമുക്ക് അടുത്തത് JCB ഓടിച്ചു എന്നാണല്ലോ. അപ്പോൾ JCB ഓടിച്ചു എന്നുള്ളത് നമുക്ക് അതിൻ്റെ താഴെ എഴുതാൻ വേണ്ടി കഴിയും. അതിനുശേഷം അതിൻ്റെ താഴെ RRB ഗ്രൗണ്ടിൽ നിന്നുള്ളതാണ്. RRB ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞാൽ അതിൽ അക്ഷരങ്ങൾ എഴുതാം. RRBG അതങ്ങ് താഴെ എഴുതാം. ഇവിടെ ഓരോ അക്ഷരങ്ങളും ഓരോ പ്ലാന്റിനെയും, രണ്ടാമത്തെ വരിയിലുള്ളത് സംസ്ഥാനങ്ങളെയും, മൂന്നാമത്തെ വരിയിൽ ആരുടെ സഹായത്തോടെയാണ് അത് നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും മുകളിൽ നമ്മൾ ഓരോന്നും താഴോട്ടാണ് വായിക്കേണ്ടത്. ആദ്യത്തെ മുകളിലുള്ളത് ബൊക്കാറോയാണ്. അത് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിലാണ്. J എന്നുള്ളത് ജാർഖണ്ഡ്. R എന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കുന്നത് USSRന്റെ അല്ലെങ്കിൽ റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വരി നമുക്ക് ആദ്യത്തെ വരി ഒന്നും കൂടി നോക്കാം. ബൊക്കാറോ അത് സ്ഥാപിച്ചിട്ടുള്ളത് ജാർഖണ്ഡിലാണ്. ആരുടെ സഹായത്തോടുകൂടിയാണ്? സോവിയറ്റ് യൂണിയൻ്റെ അല്ലെങ്കിൽ റഷ്യയുടെ സഹായത്തോടു കൂടി സ്ഥാപിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ബൊക്കാറോ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ താഴോട്ടുള്ള വരികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ BI ഏതാണ്? ബിലായി ആണ്. ബിലായി ആരുടെ ഏത് സംസ്ഥാനത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഛത്തീസ്ഗഡിലാണെന്ന് കൂട്ടുകാർക്ക് അറിയാമായിരിക്കും. ബിലായി ഛത്തീസ്ഗഡ്. അത് ആരുടെ സഹായത്തോടുകൂടിയാണ്? റഷ്യയുടെ സഹായത്തോടുകൂടി തന്നെയാണ് അതും സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ബിലായ്, ഛത്തീസ്ഗഡ്, റഷ്യ നമുക്ക് ഓർമ്മിക്കാം. ബിലായ്, ഛത്തീസ്ഗഡ്, റഷ്യ. ബിലായ്, ഛത്തീസ്ഗഡ്, റഷ്യ. ഇനി മൂന്നാമത്താണെങ്കിലോ? മൂന്നാമത്തത് Dയിലാണല്ലോ തുടങ്ങുന്നത്. D എന്ന് പറയുമ്പോൾ ഏതാണ് പ്ലാന്റ്? ദുർഗാപൂറാണ്. ദുർഗാപൂറാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ബംഗാളിലാണ്, അഥവാ വെസ്റ്റ് ബംഗാളിലാണ് ദുർഗാപൂർ പ്ലാന്റ് ഉള്ളത്. അത് ഇനി ആരുടെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? അത് ഏറ്റവും അടിയിൽ B തന്നെയാണല്ലോ. അപ്പോൾ അത് ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടിയാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി ദുർഗാപൂർ എന്ന് പറയുന്ന പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത് വെസ്റ്റ് ബംഗാളിലാണ്. ഇനി അടുത്തത് R ആണ്, അതായത് റൂർക്കേലയാണ്. റൂർക്കേല സ്ഥാപിച്ചിട്ടുള്ളത് നമ്മൾ ഓർമ്മിക്കുക, ഏതാണ്? JCB ഓടിച്ചു എന്നുള്ള ഭാഗം വരിക, അതായത് ഒഡീഷയാണ്. റൂർക്കേല പ്ലാന്റ് ഒഡീഷയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. G എന്ന് പറയുന്നത് ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കോഡ് കിടിലൻ കോഡ് ഒന്നുകൂടി ഓർമ്മിക്കുക. ബോബി ഡോക്ടർ JCB ഓടിച്ച് RRB ഗ്രൗണ്ടിൽ നിന്നുള്ള കോഡ് ക്രമത്തിൽ 4 അക്ഷരങ്ങളായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിടിലനായിട്ട് ഇത് നമുക്ക് കണ്ടുപിടിക്കാം. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിൽ. ആരുടെ സഹായത്തോടു കൂടി? സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടി. ബിലായ്, ഛത്തീസ്ഗഡ്, റഷ്യ. ദുർഗാപൂർ, ബ്രിട്ടൻ, വെസ്റ്റ് ബംഗാൾ. റൂർക്കേലയാണെങ്കിൽ ആരുടെ സഹായത്തോടു കൂടി? എവിടെയാണ്? ഓർമ്മിക്കുക, ജർമ്മനിയുടെ സഹായത്തോടു കൂടി ഒഡീഷയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഓർമ്മിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെറിയ എളുപ്പമുള്ള കോഡ്, ബോബി ഡോക്ടർ JCB ഓടിച്ചിട്ട് RRB ഗ്രൗണ്ടിലേക്ക് കൂടി ഇങ്ങനെ ഓടിക്കുന്ന കാര്യം നമ്മളൊന്ന് ഓർമ്മിച്ച് നോക്കിയാൽ നമുക്ക് ഈ ഓരോ സംസ്ഥാനങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള സ്റ്റീൽ പ്ലാന്റുകൾ ഏതാണെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് കൂട്ടി വായിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ളത് സ്റ്റീൽ പ്ലാന്റ് തുടങ്ങിയിട്ടുള്ളത് ടാറ്റ സ്റ്റീൽസ് ആണ്. ടാറ്റ സ്റ്റീൽസ്, ടിസ്കോ എന്നറിയപ്പെടുന്ന ടാറ്റ സ്റ്റീൽസ് ആണ് ഏറ്റവും ആദ്യം പ്രൈവറ്റ് സെക്ടറിൽ തുടങ്ങിയിട്ടുള്ളത്. ഇനി ഇന്ത്യയിൽ ഏറ്റവും ആദ്യം തുടങ്ങിയിട്ടുള്ളത് പോർട്ടോനോവ എന്ന് പറയുന്ന സ്ഥലത്താണ്. തമിഴ്നാട്ടിലെ പോർട്ടോനോവയിലാണ് ഏറ്റവും ആദ്യം ഇന്ത്യയിൽ തുടങ്ങിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ബൊക്കാറോ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലുത്. ഇനി കിരിബുറു ആണ് ഒഡീഷയിൽ. കിരിബുറു ഉള്ളത് ഒഡീഷയിലാണ്. PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കിരിബുറു എന്ന് പറയുന്ന പ്ലാന്റ് ഉള്ളത് ഒഡീഷയിലാണ്. ഇനി സൗത്ത് കൊറിയയുടെ സഹായത്തോടു കൂടി ഒഡീഷയിലെ പാരദ്വീപിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ് പോസ്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടുന്ന കാര്യം. പിന്നെ ഇന്ത്യയിലെ സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത് ജാംഷഡ്പൂർ ആണെന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. ഇനി നമുക്ക് മറ്റൊരു കോഡും കൂടി നോക്കാം. മൂലകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കോഡാണ് നമ്മളിനി പറയുന്നത്. മൂലകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ കോഡ് നിങ്ങൾ ഒന്ന് ഓർമ്മിച്ചാൽ വളരെ നന്നായിരിക്കും.
ബോഫൻ എന്നാണ് ഈ കോഡ്. ബോഫൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മൂലകങ്ങൾ എവിടെയൊക്കെ ഏതാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത്. ബി എന്നുള്ളത് ഭൂമിയെ സൂചിപ്പിക്കുന്നു. ഒ എന്നുള്ളത് ഓക്സിജൻ, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ ആണ്. ഇനി അടുത്ത പി എന്നുള്ളത് പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഏതാണ് എച്ച് ആണുള്ള അക്ഷരം? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണ്. ഇനി എ എന്നുള്ളതാണെങ്കിൽ അന്തരീക്ഷത്തിനെ സൂചിപ്പിക്കുന്നു. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? നൈട്രജൻ ആണ്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിക്കുക, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ, ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ ആണ്. പ്രപഞ്ചത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണ്. ഇനി അന്തരീക്ഷത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. അപ്പോൾ നമ്മുടെ കോഡ് എന്ന് പറയുന്നത് ബോഫൻ എന്നുള്ള കോഡ് ഓർമ്മിക്കുക. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു കിടിലൻ കോഡുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.